കുട്ടികളെ ഇതൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ അടുത്തൊരു കുളത്തിക്കാട്ടുകുളം പൂക്കാട്ടുപടിയാണ്. അവിടെ ഞങ്ങൾ കുളിക്കാൻ പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കുളം എനിക്ക് തോന്നുന്നത് ആ നാട്ടുകാർക്കൊക്കെ അറിയാൻ പറ്റും. നമ്മൾ ലൊക്കേഷൻ ഇടുമ്പോൾ കുളത്തിക്കാട്ടുകുളം എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ അവിടെ എത്താം. വീട്ടിൽ നിന്ന് ഒരു 15-20 മിനിറ്റ് ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ലൂക്കാച്ചനെ കൊണ്ടുപോയി. ഈ പ്രാവശ്യം ഋഷിനെയാണ് കൊണ്ടുപോകുന്നത്. കാരണം ഋഷിക്ക് വെള്ളം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കുളം, പുഴ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ അന്നാമക്ക് വെള്ളം കണ്ടാൽ പറ്റത്തില്ല. അപ്പം ഞാൻ ബാക്കിലിരിക്കുന്ന ആളെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, നമ്മുടെ പഴയ ശിവാനിയാണ്. ശിവാനിയും ആളും ഉണ്ടായിരുന്നു. പിന്നെ ശിവാനിക്ക് അമൃത നമ്മുടെ വീട്ടിൽ നിന്ന് വെച്ചാണല്ലോ. അമൃതയ്ക്ക് ഒരു കുഞ്ഞു വാവയും കൂടി ഉണ്ടായിട്ടുണ്ട്. പെൺകുട്ടി തന്നെയാണ്. അപ്പോൾ 3 പെൺമക്കളാണ് ഇപ്പോൾ അവർ. അപ്പോൾ ശിവാനിയും ആളും വന്നപ്പോഴേക്കും ഞങ്ങൾ അങ്ങോട്ട് പോകാൻ കരുതി. ഒരു ഒഴിഞ്ഞ പറമ്പ് കഴിഞ്ഞ് കുറച്ചാണ് നടന്നു പോകുമ്പോൾ ഭയങ്കര പ്രൈവസി കൂടി ഉള്ളൊരു കുളം ഉണ്ടാവും. കുളത്തിന് ഇപ്പം എനിക്ക് തോന്നുന്നത് മെയിൻ്റനൻസ് ഒക്കെ കുറവായതുകൊണ്ട് ചില സ്ഥലത്തൊക്കെ കുറച്ച് ചപ്പ് ചവറൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. എന്നാലും നമുക്ക് ആ ഒരു 3-4 പടവുകളുണ്ട്. അതിലെവിടെയെങ്കിലും എന്ന് പറയാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുളിക്കാൻ പറ്റും. നമ്മുടെ കഴുത്ത് പൊക്കം മാത്രമേ ഉള്ളൂ. അതായത് കുളത്തിൻ്റെ എല്ലാ സൈഡും അത്യാവശ്യം പോയി നോക്കി. അവിടെ മറ്റേ ചുഴികളോ അങ്ങനെയൊന്നും, ചുഴി തന്നെയല്ലേ പറയുന്നത്, ചുഴികളൊന്നും കണ്ടില്ലായിരുന്നു. നമുക്ക് സമാധാനമായിട്ട് കുളിച്ചിട്ട് പോരാം. അതിന് കഴുത്ത് പൊക്കം എന്ന് പറഞ്ഞാലും അന്നയ്ക്കൊക്കെ നിൽക്കാൻ പറ്റും കേട്ടോ. ഒരു പരിധി വരെയൊക്കെ മുങ്ങിപ്പോവാതെയൊക്കെ നിൽക്കാം. നീന്തലൊക്കെ പഠിക്കാൻ പറ്റിയൊരു കുളവും കൂടിയാണ്. അപ്പോൾ ഞങ്ങൾ ചെല്ലണ സമയത്ത് ഒരു തവണ ലുക്കാച്ചനെ കൊണ്ടുപോയപ്പോൾ കുറച്ച് ചെറുക്കന്മാരുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഡോഗിനെ ഇറക്കണതിൽ പ്രശ്നമില്ലായിരുന്നു. ഇത് അമ്പലക്കുളമോ അങ്ങനെ ഒന്നും അല്ലാന്ന് തോന്നുന്നു. അവിടെ അമ്പലമോ അങ്ങനെയൊന്നും കണ്ടില്ലായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു അവിടെ കൃഷിക്കൊക്കെ ആയിട്ട് കൊണ്ടുപോകുന്ന വെള്ളമൊക്കെ ഇവിടെ നിന്നാന്ന് തോന്നുന്നു. ഈ പ്രാവശ്യം ഞങ്ങൾ ചെന്നപ്പോൾ എനിക്ക് തോന്നുന്നു ആരും അങ്ങനെ പോയിട്ടില്ല അടുത്തൊന്നും തോന്നുന്നു. കാരണം മഴയൊക്കെ ആയതുകൊണ്ട്. ഈ പ്രാവശ്യം ഞങ്ങൾ ഋഷിനെയും കൊണ്ടാണ് പോയത്. ഋഷിക്കുണ്ടായ സന്തോഷമൊന്നും പറയാനില്ല. കാരണം ഈ ഡോഗ്സും നമ്മളെപ്പോലെയൊക്കെ തന്നെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളുടെ കൂടെ കൊണ്ടുപോകാൻ പറ്റിയ ബെസ്റ്റാണ്. അതായത് ഇവനെ പ്രത്യേകിച്ച് ഋഷിനെയും കൊണ്ട് നമ്മൾ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ നമ്മളെ വണ്ടിയുടെ അടുത്ത് പോലും വരത്തില്ല. കാരണം അതുകൊണ്ട് ഞാൻ ക്ലാസ് പകുതിയേ ഇടുള്ളൂ. കാരണം അവന് വണ്ടി, ഞാൻ, അവൻ്റെ കൂടെ നടക്കുന്നവര്. ഇപ്പൊ സിബിച്ചനൊക്കെ ഇവിടെ താമസമാക്കിയതിന് ശേഷം സിബിച്ചന്റെ ഒരു എന്താ പറയാ, സിബിച്ചന്റെ അടുത്ത് കൂടി ആരെങ്കിലും പോയി കഴിഞ്ഞാൽ തന്നെ അവൻ പിടിച്ച് കടിക്കും. അതേപോലത്തെ അവസ്ഥയാണ്. പിള്ളേരുടെ കാര്യത്തിലാണെങ്കിൽ ഭയങ്കര ടെൻഷനാണ്. ഇതിപ്പോ പിള്ളേരുടെ ഒരു സൗണ്ട് കേട്ട് ഇപ്പൊ നിങ്ങൾക്ക് കുളത്തിൽ കാണാൻ പറ്റും. പിള്ളേരുടെ ഒരു സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ തന്നെ ടെൻഷൻ അടിച്ചിട്ട് പുള്ളി ഓടിച്ച് നിന്ന് അവിടെ നോക്കും. പിന്നെ ഈ കുളത്തിൽ എൻജോയ് ചെയ്യാൻ വന്നാൽ പോലും ഇങ്ങനെ അലർട്ടായിട്ട് നിൽക്കുമായിരുന്നു. കാരണം അവിടെ ഞങ്ങൾ ഇറങ്ങാനായപ്പോഴേക്കും വേറെ കുറച്ച് ചെറുക്കന്മാർ അവിടെ വന്നായിരുന്നേ കുളിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവരെനിക്കൊന്ന് ജസ്റ്റ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോയി, കുളിച്ചൊന്നുമില്ല. പക്ഷെ ഇവൻ അങ്ങ് തല പൊക്കി ഇങ്ങനെ നോക്കുക. അതാണ് ഞാൻ രാവിലെ ഇട്ട ഷോർട്സിൽ. അവൻ ഇങ്ങനെ നോക്കിയിരിക്കുക. കാരണം പിള്ളേര് വെള്ളത്തിലുണ്ട്. അതായത് ഇവന്റെ ചുറ്റിനുള്ളവർക്ക് വേണ്ടി ഇവൻ മരിക്കും. അതായത് ഇവനെ നമ്മൾക്ക് ഒറ്റയ്ക്ക് ഞാൻ ആരെങ്കിലും തല്ലാൻ പോണേലും ശരി ഇവനെയും കൊണ്ട് മാത്രം പോയാൽ മതി. കാരണം എന്ന് വെച്ചാൽ ഇവൻ മരിക്കണം എന്നെ തൊടണമെങ്കിൽ. കാരണം അതുപോലത്തെ ഒരു ചെറുക്കൻ. അപ്പൊ മറ്റവന്മാർ അങ്ങനെ അല്ലെന്നല്ല, പക്ഷെ ഇവന്റെ ഒരു രീതി അവൻ ഗാർഡിങ് ആണ്. ഇപ്പൊ പോസം പാർട്ടിക്ക് പോയപ്പോൾ അനുഭവം ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഇവൻ എൻ്റെ സൈഡിൽ കൂടി ആര് പോയാലും അവൻ സമ്മതിക്കത്തില്ല. അത് കടിച്ച് അതങ്ങനെ ഇരിക്കും. അവനെനിക്ക് എന്താ പറയാ, നമ്മളുടെ വീട്ടില് ഒരാള് നമ്മൾ കൂടെ കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ വല്ല എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ ചിലപ്പോൾ അവർ ഓടി ഇരിക്കും. പക്ഷെ ഡോഗ്സ് അങ്ങനെയല്ല. അപ്പോൾ എനിക്ക് തോന്നണത് സിബി ഇവിടെ വന്നതിന് ശേഷമാണ് ഡോഗ്സ് ഒക്കെ ഇത്രയൊക്കെ ആത്മാർത്ഥതകളുള്ളതാണോ. കാരണം മനുഷ്യരിൽ നിന്ന് ഒരുപാട് പണി കിട്ടിയ മനുഷ്യനാണ് ഈ സിബിച്ചൻ. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ പട്ടിപ്രേമം ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നമ്മുടെ സച്ചു വരാൻ വേണ്ടി നിന്നിട്ട് സച്ചുവിന് അപ്പത്തേനെ എന്തോ ഒരു വർക്കിൻ്റെ ഇത് വന്നിട്ട് പിന്നെ അവൻ അവിടെ ഇരുന്ന് വർക്ക് ചെയ്യായിരുന്നു. ഞങ്ങൾ ഇങ്ങ് പോന്നിട്ടോ. പിന്നെ ഇവ വെള്ളം കണ്ടപ്പോഴേക്കും നിങ്ങൾ കണ്ടു നോക്ക്. ബാക്കി ഈ വെള്ളത്തിൽ കിടന്നുള്ള അംഗം നിങ്ങൾ കാണണം കേട്ടോ. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ഈ ഒരു കുളം ഈ ഭാഗത്തുള്ളവർക്ക് ഇടയ്ക്കൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി പോവാട്ടോ. കുളത്തിക്കാട്ടുകുളം കേട്ടോ. ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. നമ്മുടെ മാളൂസും അന്നമ്മയൊക്കെ അതേ കാട്ടിക്കൂടി. ഞങ്ങൾ വേറൊരു സ്റ്റെപ്പ് വഴിയാണ് പോയിരുന്നു വെച്ചാൽ, പക്ഷെ ആ സ്റ്റെപ്പിന്റെ ഭാഗത്ത് കുറച്ച് അഴുക്കണ്ടപ്പോൾ ഞങ്ങൾ ഇപ്പുറത്തെ പടവ് വഴി ഇറങ്ങാൻ വേണ്ടിയാണ് ഈ കാട്ടിക്കൂടിയൊക്കെ പോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് വരുന്ന വഴിക്ക് തന്നെ 2 സ്റ്റെപ്പ് ഉണ്ട്, അവിടെ ഇറങ്ങാം. പിന്നെ ഈ അംഗങ്ങളൊക്കെ നിങ്ങൾ കണ്ടോ. നിങ്ങൾക്ക് എറണാകുളത്തുള്ളവരാണെങ്കിൽ പോയി സമാധാനമായിട്ട് കുളിച്ചിട്ടൊക്കെ വരാട്ടോ. അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ മീനുണ്ട്. വല്ല കാലിലൊക്കെ ചെറിയ മുറിവൊക്കെ ഉണ്ടെങ്കിൽ നല്ല കുത്തുകൂട്ടോ. എൻ്റെ കാലിലെന്തോ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിടിച്ച് ഭയങ്കര കൊത്തായിരുന്നു. പിന്നെ എനിക്കങ്ങനെ നീന്താനൊന്നും അറിയത്തില്ല. നീന്താൻ പഠിക്കണം എന്നൊക്കെ ഉണ്ട്. ഇനി അടുത്ത തവണ വരുമ്പോഴേക്ക് നീന്താനൊക്കെ പഠിക്കണം. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി നിങ്ങൾ കാണട്ടോ.